നമസ്കാരം. വീരവാദങ്ങൾ പലതും മുഴക്കുമ്പോഴും അമേരിക്ക ഇറാനെ ഭയന്നു തുടങ്ങിയിരിക്കുന്നു. അതിന്റെ ഭാഗമായാണ് ട്രംപിന്റെ പുതിയ ഒളിച്ചോട്ടം. ഇറാന്റെ കടുത്ത വധഭീഷണിയെ തുടർന്ന് US പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപിനെ നാറ്റോ ഉച്ചകോടിക്കിടെ അങ്കാറ വിമാനത്താവളത്തിൽ വെച്ച് കാറ്ററിംഗ് ട്രക്കിൽ രഹസ്യമായി പുറത്തെത്തിച്ചു എന്ന വെളിപ്പെടുത്തൽ ആഗോള രാഷ്ട്രീയത്തിലും അമേരിക്കയിലും വലിയ കൊടുങ്കാറ്റിന് വഴിവെച്ചിരിക്കുകയാണ്. വാഷിംഗ്ടൺ പോസ്റ്റ് ആദ്യമായി പുറത്തുവിട്ട ഈ വാർത്ത മിഡിൽ ഈസ്റ്റിൽ വിജയം കൈവരിച്ചു എന്ന ട്രംപിന്റെ അവകാശവാദങ്ങൾക്ക് ഏറ്റ കനത്ത തിരിച്ചടിയാണ്. അദ്ദേഹത്തിന്റെ ശക്തനായ നേതാവ് എന്ന പ്രതിച്ഛായയ്ക്ക് വലിയ മങ്ങലേറ്റു. തുർക്കി തലസ്ഥാനമായ അങ്കാറയിൽ നടന്ന നാറ്റോ ഉച്ചകോടിക്കു ശേഷം മടങ്ങാനിരുന്ന ട്രംപിനായി സീക്രട്ട് സർവീസ് അതീവ രഹസ്യമായി സുരക്ഷാ പദ്ധതിയാണ് ഒരുക്കിയത്. 1990-കൾ മുതൽ US പ്രസിഡന്റുമാർ ഉപയോഗിക്കുന്ന ഔദ്യോഗിക വിമാനമായ എയർഫോഴ്സ് വണ്ണിൽ ട്രംപ് കയറുന്നത് ക്യാമറകൾക്ക് മുന്നിൽ പ്രദർശിപ്പിച്ച ശേഷമാണ് നാടകീയമായ നീക്കം നടന്നത്. വിമാനത്തിനുള്ളിൽ പ്രവേശിച്ച ട്രംപിനെ ഭക്ഷണ സാധനങ്ങൾ എത്തിക്കുന്ന കാറ്ററിംഗ് ട്രക്കിൽ കയറ്റി അതീവ രഹസ്യമായി സമീപത്ത് നിർത്തിയിട്ടിരുന്ന ചെറിയ C-32A എന്ന സൈനിക വിമാനത്തിലേക്ക് മാറ്റുകയായിരുന്നു. തുടർന്ന് ഈ വിമാനത്തിലാണ് അദ്ദേഹത്തെ UK കൊണ്ടുപോയത്. ട്രംപ് മാറിയ വിവരമറിയാത്ത മാധ്യമപ്രവർത്തകരും വൈറ്റ് ഹൗസ് ജീവനക്കാരും ഔദ്യോഗിക വിമാനത്തിൽ തന്നെ യാത്ര തുടരുകയായിരുന്നു. പ്രസിഡന്റിനെ ലക്ഷ്യമിട്ടുള്ള ആക്രമണ സാധ്യത നിലനിൽക്കെ അദ്ദേഹം രഹസ്യമായി മറ്റൊരു വിമാനത്തിലേക്ക് മാറുകയും മാധ്യമപ്രവർത്തകരെയും ജീവനക്കാരെയും അപകട സാധ്യതയുള്ള വിമാനത്തിൽ യാത്ര ചെയ്യാൻ അനുവദിക്കുകയും ചെയ്തത് വലിയ വിമർശനങ്ങൾക്ക് വഴിവെച്ചിട്ടുണ്ട്. ഇതിനെക്കുറിച്ച് മാധ്യമങ്ങൾ ചോദിച്ചപ്പോൾ ഞാൻ യാത്ര ചെയ്യാൻ ഉദ്ദേശിച്ച വിമാനത്തിലാണ് കൂടുതൽ ഭീഷണി ഉണ്ടായിരുന്നത്. ശത്രുക്കൾ ലക്ഷ്യമിടാൻ സാധ്യത ആ വിമാനത്തിലായിരിക്കും എന്നതായിരുന്നു ട്രംപിന്റെ പ്രതികരണം. മാധ്യമപ്രവർത്തകർ അപകടത്തിലായിരുന്നോ എന്ന ചോദ്യത്തിന് വ്യക്തമായ ഉത്തരം നൽകാൻ ഭരണകൂടത്തിന് കഴിഞ്ഞില്ല. സ്വന്തം ജീവൻ രക്ഷിക്കാൻ ട്രംപ് മറ്റുള്ളവരുടെ ജീവൻ അപകടത്തിലാക്കുകയായിരുന്നു. സൈനികരെ അപകടത്തിലേക്ക് തള്ളിയിടാൻ മടിക്കാത്ത അദ്ദേഹം ജീവനക്കാരെയും മാധ്യമപ്രവർത്തകരെയും ഭീഷണിയുള്ള വിമാനത്തിലാക്കി കാറ്ററിംഗ് ട്രക്കിൽ കയറി ഒളിച്ചോടുകയായിരുന്നു. വരാനിരിക്കുന്ന ഇടക്കാല തിരഞ്ഞെടുപ്പിലും 2028 രാഷ്ട്രീയ അന്തരീക്ഷത്തിലും ഇത് ഡെമോക്രാറ്റുകൾക്ക് ആയുധമാക്കുമെന്ന കാര്യം ഉറപ്പാണ്. ട്രംപിനെ ഒളിച്ചോടാൻ നിർബന്ധിതനാക്കാൻ കഴിഞ്ഞത് ഇറാന് വലിയ ഒരു രാഷ്ട്രീയ പ്രചരണ വിജയമായാണ് നൽകിയിരിക്കുന്നത്. ഇറാനെ സംബന്ധിച്ചിടത്തോളം ഒരു രാഷ്ട്രീയ വിജയമാണ് ഇത്. ട്രംപിന്റെ ഒളിച്ചോട്ടം അമേരിക്കൻ സൈനിക ശേഷിയെ തകർത്തുവെന്നും തങ്ങൾക്ക് ഭീഷണി ഇല്ല എന്നുമുള്ള ഭരണകൂടത്തിന്റെ വാദങ്ങളെ ഈ സംഭവം പൊളിച്ചടുക്കുകയാണ്. US-ഇസ്രയേൽ വ്യോമാക്രമണത്തിൽ ഇറാന്റെ പരമോന്നത നേതാവ് ആയത്തുള്ള അലി ഖമേനി കൊല്ലപ്പെട്ടതോടെയാണ് ട്രംപിന് നേരെയുള്ള വധഭീഷണി ശക്തമായത്. മുൻപ് ഒന്നാം ഭരണകാലത്ത് ഇറാന്റെ ഖാസിം സുലൈമാനിയെ വധിക്കാൻ ഉത്തരവ് വിട്ടതും ട്രംപായിരുന്നു. ജൂലൈയിൽ ഖമേനിയുടെ ശവസംസ്കാര ചടങ്ങിൽ വെച്ച് ട്രംപിനോട് പ്രതികാരം ചെയ്യുമെന്ന് ഇറാനിയൻ പ്രതിഷേധക്കാർ പ്രഖ്യാപിച്ചിരുന്നു. ഹോർമോസ് കടലിടുക്ക് തുറന്നിരിക്കുകയാണെന്ന് ട്രംപ് ആവർത്തിച്ച് വ്യക്തമാക്കുമ്പോഴും തന്ത്രപ്രധാനമായ ഈ ജലപാതയിലൂടെ നിയന്ത്രണം ഇപ്പോഴും ഇറാന്റെ കയ്യിൽ തന്നെയാണ് എന്നാണ് റിപ്പോർട്ട്. ഏതാനും ദിവസങ്ങൾക്കുള്ളിൽ വിജയിച്ചതായി ട്രംപ് പ്രഖ്യാപിച്ച യുദ്ധം അമേരിക്കയുടെ മിസൈൽ ശേഖരത്തെ സാരമായി ബാധിച്ചിട്ടുണ്ട് എന്നും പ്രധാന മിസൈൽ പ്രതിരോധ സംവിധാനത്തിന്റെ 80% ഇന്റർസെപ്റ്റുകൾ തീർന്നുപോയി എന്നും അടുത്തിടെ CNN റിപ്പോർട്ട് ചെയ്തിരുന്നു. ഖത്തർ സമ്മാനിച്ച പുതുക്കിയ ബോയിംഗ് വിമാനത്തിലെ സുരക്ഷാ മുൻകരുതലുകളുടെ കുറവും ഇതിനോടകം വലിയ വിവാദങ്ങൾക്ക് വഴിവെച്ചിരുന്നു. 2024 വധശ്രമത്തിൽ പരിക്കേറ്റപ്പോൾ പോരാടൂ എന്ന് വിളിച്ച ധീരത കാണിച്ച ട്രംപിന് അങ്കാറയിലെ വിമാനത്താവളത്തിൽ വെച്ച് ഒളിച്ചോടേണ്ടി വന്നത് അദ്ദേഹത്തിന്റെ വിജയി എന്ന പ്രതിച്ഛായയെ പാടെ തകർത്തെറിഞ്ഞിരിക്കുകയാണ്. ഒരു നാറ്റോ ഉച്ചകോടിക്കു ശേഷം സ്വന്തം സഖ്യരാജ്യത്തിന്റെ മണ്ണിൽ വെച്ച് അമേരിക്കൻ പ്രസിഡന്റിന് ജീവൻ കൊണ്ട് രക്ഷപ്പെടേണ്ടി വന്നത് ലോകരാഷ്ട്രങ്ങൾക്ക് മുന്നിൽ US ശക്തിയുടെ പരമാധികാരത്തിനേറ്റ കനത്ത തിരിച്ചടിയായാണ് വിലയിരുത്തുന്നത്.